കോൺഗ്രസ് കരുമാലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തട്ടാമ്പടിയിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. കരുമാലൂർ പഞ്ചായത്തിൽ നടന്ന വോട്ട് കച്ചവടം, കൂത്താട്ടുകുളത്ത് കൌൺസിലർക്ക് നേരിട്ട ആക്രമണം, തേലത്തുരുത്തിലെ 4 വയസ്സുകാരിക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമം എന്നിവയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് കരുമാലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചത്. കരുമാലൂർ തട്ടാമ്പടിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കൂത്താട്ടുകുളത്ത് പട്ടാപ്പകലാണ് കോടതിയുടെ ഉത്തരവ് മറികടന്ന് പോലീസിന്റെ സഹായത്തോടുകൂടി കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ നടന്ന അവിശ്വാസ പ്രമേയ ചർച്ച പരാജയപ്പെടുത്താൻ അക്രമമുണ്ടാക്കുകയും വോട്ട് രേഖപ്പെടുത്താൻ വന്ന കലാരാജു എന്ന് പറയുന്ന വിധവയായ 56 വയസ്സുള്ള ഒരു വനിതാ കൗൺസിലറെ അതിക്രൂരമായി ആക്രമിക്കുകയും അവരെ തട്ടിക്കൊണ്ടുപോവുകയും 6 മണിക്കൂറിലധികം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ബന്ദിയാക്കുകയും ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിലറുടെ ജനാധിപത്യ അവകാശങ്ങളെ ഹനിക്കുകയും ആ ജനാധിപത്യ അവകാശങ്ങളെ ഇല്ലാതാക്കുകയും അവരെ ബലമായി ആക്രമിച്ച് അവരെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാനും അവരെ ബന്ദിയാക്കാനും ഒക്കെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് CPM എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് കിട്ടുന്ന പരിപൂർണമായിട്ടുള്ള പിന്തുണയും പോലീസിന്റെ സംരക്ഷണവും ഈ നാടിനെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KR നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. കൂത്താട്ടുകുളം സംഭവത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് അസംബ്ലിയിൽ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. കാലുമാറ്റത്തെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ? പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിക്കാരനായിരുന്നു. കാലുമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കരുതല്ലോ എന്നുള്ള ഉപദേശം കൊടുക്കുമ്പോൾ ആരാ പറഞ്ഞത്? മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആൾ P. രാജീവ്, നമ്മുടെ വ്യവസായ മന്ത്രി, ആ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ CN മോഹനൻ അടക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കരുമാലൂർ പഞ്ചായത്തിൽ നടത്തിയ കാലുമാറ്റത്തെ നിങ്ങൾ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? കൂത്താട്ടുകുളത്ത് നടന്ന ആ സംഭവം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇരട്ടത്താപ്പിനെ കാണിക്കുന്നതാണ്. ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടി. എന്ത് വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കാൻ മടി കാണിക്കാത്ത ഇവരാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ കുട്ടിച്ചോറാക്കുന്ന നടപടികളുമായി പോകുമ്പോൾ പ്രതിഷേധിക്കണ്ടേ? കരുമാലൂരിലെ സംഭവം എന്താണ്? കരുമാലൂർ പഞ്ചായത്തിൽ നടന്ന സംഭവം, ഇവിടെ ഭരണമാറ്റമുണ്ടായി. പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു. പകരം പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുക്കാൻ ഉള്ള നടപടികളുമായി ഇവിടെ മുന്നോട്ട് പോയി. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി 3 പ്രാവശ്യം കൂടി. ആ 3 പ്രാവശ്യവും ഈ പറയുന്ന പോൾസൺ ഗോപുരത്തിങ്കൽ എന്നാൾ മെമ്പർ 3 പ്രാവശ്യവും ആ യോഗത്തിൽ പങ്കെടുത്തു. കമാ എന്നൊരക്ഷരം എതിർ ശബ്ദം പറഞ്ഞില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് GU ജിനേഷ് മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി KV പോൾ, മറ്റു നേതാക്കളായ ജോസഫ് ആന്റണി, ബാബു മാത്യു, PP ജോയ്, PS സക്കീർ, ഗർവാസിസ് മാനാടൻ, MA സുധീർ, MA അബ്ദുൽ ജബ്ബാർ, VB ജബ്ബാർ, ബീന ബാബു, സുനിൽ തിരുവാലൂർ, റഷീദ് കൊടിയൻ, VK കുട്ടപ്പൻ, സന്തോഷ് P. അഗസ്റ്റിൻ, VP അനിൽകുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ TA മുജീബ്, R. അനിൽ, ലിയാഖത്ത് അലി മൂപ്പൻ, ജോർജ് അഗസ്റ്റിൻ, ലിൻഡോ, EM അബ്ദുൽ സലാം തുടങ്ങിയവർ സംസാരിച്ചു.